എല്ലാവർക്കും സ്നേഹവും സന്തോഷവും പങ്കിടുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നാകേണ്ട അതിമനോഹരമായ സൗധം ഒരു തരി മണലോ സിമൻറ്റോ ഇഷ്ടികയോ കോൺക്രീറ്റോ ഉപയോഗിക്കാതെ സമുദ്രതീരത്ത് കരിങ്കൽ കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ബേസ്മെൻ്റ് ഇല്ലാതെ മരം കൊണ്ട് മാത്രം നിർമ്മിച്ച പണി തീരാത്ത ഒരു മരം കൊട്ടാരം, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. താഴോട്ട് സമുദ്രനിരപ്പിലേക്ക് ഇറങ്ങിപ്പോകണം. താഴെ ഇറക്കമാണെങ്കിലും പിടിച്ചിറങ്ങാൻ ഗോവണികളുണ്ട്. വഴി മനോഹരം. ഇതാ ഇവിടെ എല്ലാവർക്കും ഹെൽമറ്റ് നൽകുന്നുണ്ട്. കൊട്ടാരത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിച്ചിരിക്കണം. മുകളിൽ പണി നടക്കുന്നതിനാൽ പണിയായുധങ്ങൾ താഴേക്ക് പതിച്ച് സന്ദർശകർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ. ചരിത്രപരമായ വിവരം നൽകാൻ ഗൈഡ് കൂടെ ഉണ്ട്. വിശദീകരിക്കുന്നത് തായ്ലൻഡ് ഭാഷയിൽ അല്ല, ഇംഗ്ലീഷിലാണ്. അതിനാൽ നമുക്ക് വിശദീകരണം കുറയ്ക്കാം. ക്ലാസ് കഴിഞ്ഞു. നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പുറം കാഴ്ചകൾ കണ്ട് നീങ്ങുകയാണ്. മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. മുന്നോട്ട് പോയാൽ വിശാലമായ മരപ്പണിശാല കാണാം. ഇതാ ഇവിടെയെല്ലാം പല രീതിയിലും ഭാവത്തിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള ശില്പങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. വിവിധ കലാരൂപങ്ങൾ കൊത്തിയെടുക്കുന്നു. ചെറുപ്പക്കാരികളായ സുന്ദരികളായ തരുണീമണികൾ. അത്ഭുതം തോന്നി. കലയുടെ മാസ്മരിക ലോകം. ഇവിടെയും സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്ത് പറയേണ്ടതാണ്. കേരളീയ ഭാരതീയ ദൈവങ്ങളുടെ രൂപങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും വലിപ്പത്തിലും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ശില്പചാതുര്യം എന്ന് പറയുന്നതേ കേട്ടിട്ടുള്ളൂ. നമ്മളത് കണ്ട് അനുഭവിച്ചറിയാൻ പോവുകയാണ്. ഇന്ന് ധാരാളം സന്ദർശകർ ഉണ്ട് കേട്ടോ. ഇതാ ഇദ്ദേഹമാണ് ഈ അപൂർവ കെട്ടിടത്തിൻ്റെ ഉടമ, കൊട്ടാര രാജാവ്.
പക്ഷേ ഇദ്ദേഹം ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല. അവിടെ ദൈവങ്ങളെ കുടിയിരുത്തിയിരിക്കുകയാണ്. ഇതാ നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. മനോഹരമായ കാഴ്ച കൊട്ടാരത്തിനുള്ളിൽ നിന്ന് നമുക്ക് ഏവർക്കും കാണാവുന്നതാണ്. 3 ഭാഗവും സമുദ്രമാണ് കൊട്ടാരത്തിന് ഉള്ളത്. പണിതീരാത്ത വീട് പോലെ ഒരു പണിതീരാത്ത കൊട്ടാരം. ഇപ്പോഴും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അത്ഭുതകരം. 3 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത കാഴ്ചകളാണ്. കടൽ തീരങ്ങളാണ്, അതിമനോഹരമായ കാഴ്ചകൾ. അതോടൊപ്പം തന്നെ കടലിലെ കുളിർക്കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ ഇവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജോലിക്കാർ പണി ചെയ്യുന്നുണ്ട്, കൊത്തുവേലകൾ നടത്തുന്നുണ്ട്. താഴെ പണിശാലയിൽ നിർമ്മിച്ച ശില്പങ്ങളെ ഇവിടെ അത് ഫിറ്റ് ചെയ്യുകയാണ്. ഓരോന്നും വ്യത്യസ്തമായ അതിമനോഹരമായ കാഴ്ചകൾ. കണ്ടിട്ടും മതിയാകുന്നില്ല. മനുഷ്യരുടെ കഴിവുകൾ അപാരം തന്നെ. ഓരോന്നിനും വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളുമാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. തേക്കിൻ തടികളും വീട്ടിത്തടികളിലും കൂടി ഉണ്ടാക്കിയ വാതിലും ജനലുകളും ചിതൽ തിന്ന് നശിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ അവസ്ഥ. അനേക വർഷം മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഈ മരം കൊട്ടാരത്തിൽ ചിതൽ ഉപദ്രവമോ ഒരു പോറലോ വിള്ളലോ ഏറ്റിട്ടില്ല. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിനുള്ളിൽ മന്ദമാരുതൻ്റെ തലോടലിൽ സുഷുപ്തിയിൽ ആറാടി നിൽക്കാൻ എന്തൊരു സുഖ. കലയുടെ മായാലോകത്ത് അവർണ്ണനീയ ഭാവത്തിലുള്ള ദൃശ്യങ്ങൾ ആസ്വദിച്ച് മനസ്സ് നിറയുന്നു. Sunday represents status. If you were born Sunday, they said, husbands, do you believe that, sir? You're the boss. കൊട്ടാരത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നമ്മുടെ ഗൈഡ് നൽകുന്നുണ്ട്. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ളതാണ്. രാജകീയം. രാജാക്കന്മാരും രാജകുമാരിമാരും ഇവിടെ താമസിക്കുന്നില്ല എന്ന് മാത്രമാണ് വ്യത്യാസം. നോക്കൂ, ശിവ ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ഇവിടെ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ 3 വശവും സമുദ്രമാണ്.